So hi all, how are you? So ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ഇൻ പഞ്ചാബ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കെന്താ ഒരു പഞ്ചാബ് കണക്ഷൻ എന്നല്ലേ. സോ ഞാൻ 8th തൊട്ട് 12th വരെ പഠിച്ചത് പഞ്ചാബിലാണ്. ആൻഡ് എൻ്റെ പേരൻസും വർക്ക് ചെയ്യുന്നത് പഞ്ചാബിലാണ്. എൻ്റെ അച്ഛൻ ടീച്ചറാണ് ആൻഡ് എൻ്റെ അമ്മ പ്രിൻസിപ്പളാണ്. സോ ഞാൻ വെക്കേഷന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ ഡയറക്റ്റായിട്ട് പഞ്ചാബിലേക്കാണ് വരുന്നത്. ആൻഡ് ഇവിടെ വന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിക്കാൻ പോകും. എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയാവുന്ന കാര്യം മറ്റുള്ളവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്കത് മനസ്സിലായി എന്നറിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്കൂളിലൊക്കെ വന്ന് പഠിപ്പിക്കാനൊക്കെ പോകും. സോ അങ്ങനെ ഞാനിപ്പോൾ സ്കൂളിലാണ്. ആൻഡ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഞാൻ നിങ്ങളെ കാണിക്കാം. സോ So the time is 11:20 and let me show you something. So the best part of being a teacher, at least ഒരു ദിവസം 2 ക്യാൻഡി എങ്കിലും ഇങ്ങനെ കിട്ടും. സോ എല്ലാ ദിവസവും ആരുടെയെങ്കിലുമൊക്കെ ബർത്ത്ഡേ ആയിട്ട് ഇങ്ങനെ ക്യാൻഡീസ് കിട്ടും. ആൻഡ് എനിക്ക് ഇങ്ങനെ ക്യാൻഡീസ് കിട്ടുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ സ്കൂൾ കാലം ഓർമ്മ വരുന്നത്. എൻ്റെ ബർത്ത്ഡേ വരുമ്പോഴത്തേക്കും ഞാനും പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ഇങ്ങനെ ക്യാൻഡീസൊക്കെ ആയിട്ട് ഫുൾ സ്കൂളും ചുറ്റി എല്ലാ ടീച്ചർമാർക്കും ഒക്കെ കൊടുത്ത് പ്രിൻസിപ്പളിന് കൊടുത്ത് എല്ലാ പിള്ളേർക്കും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നല്ല രസമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ പിള്ളേരും ഇങ്ങനെ ക്യാൻഡിയൊക്കെ കൊണ്ടു തരുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ സ്കൂളിലെ സമയമൊക്കെ ഓർമ്മ വരുന്നത്. സോ ഇപ്പോൾ 2 മണിയായി. സ്കൂളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുക. എൻ്റെ അമ്മ എന്നിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് വെളിയിലൊക്കെ പോകാമെന്ന് വെച്ചു. സോ അങ്ങനെ നമ്മൾ ടൗണിൽ പോവുകയാണ്. മോസ്റ്റ്ലി നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഇലക്ട്രിക് റിക്ഷ എടുത്തിട്ടാണ് പോകുന്നത്. കാരണം ടൗണിലെത്തി കഴിയുമ്പോൾ നല്ല ട്രാഫിക് ബ്ലോക്കാണ്. ഇതാകുമ്പോൾ നല്ല സുഖമായിട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഫുൾ പാടമാണ്. ഇതിപ്പം റൈസ് കൾട്ടിവേഷനാണ്. സോ ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിയും. പിന്നെ എൻ്റെ വേറെ സൈഡിൽ ഗുരുദ്വാരയാണ്. അത് പാസ് ചെയ്ത് കഴിയുമ്പം ഒരു ഹനുമാൻ കോയിലുണ്ട്. പിന്നെ ഇച്ചിരി കഴിയുമ്പം ടൗണായി. സോ അങ്ങനെ നമ്മൾ റിലയൻസ് സ്മാർട്ട് പോയിൻറ്റിലെത്തി. ആൻഡ് ഇപ്പം ദീപാവലി ആയതുകൊണ്ട് ഇവിടെ ഇച്ചിരി ഓഫേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഗോതമ്പ് വേണ്ട. വേണ്ട, രാജ്മ എടുത്ത്. ഫിക്സ് ഇരിപ്പുണ്ട്. നമ്മൾ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഈ കടയിൽ നിന്ന് തന്നെ മേടിച്ചു. അതാകുമ്പോൾ നമുക്ക് കുറേ കടകളിൽ കയറി ഇറങ്ങണ്ട. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. സാധനമൊക്കെ മേടിച്ച് ഇനി നമ്മൾ മെഡിസിൻസ് ഒക്കെ മേടിക്കാനായിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോവുക. ഇനി അടുത്ത ആഴ്ച നമ്മൾ തിരിച്ച് ജോർജിയയിലേക്ക് പോകുന്നത് കൊണ്ട് അവിടെ ഇപ്പം വിൻ്റർ ടൈമാണ്. അപ്പം അതിന് മുന്നേ ഇച്ചിരി അയൺ ടാബ്ലറ്റ്സും ന്യൂറോബാൻ ഫോട്ടൊക്കെ മേടിച്ചുകൊണ്ട് പോയാൽ നല്ലതായിരിക്കും. സോ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. സോ ഇത് ആക്ച്വലി സ്കൂളിൻ്റെ തന്നെ ക്വാർട്ടേഴ്സിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം
സ്കൂളിൻ്റെ ക്യാമ്പസിൽ തന്നെ ആയതുകൊണ്ട് സ്കൂളിലേക്ക് ഒരു 2 മിനിറ്റ് നടന്നാൽ മതി. ആൻഡ് നമ്മളൊരു 4:15 ആയപ്പം തിരിച്ചെത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ മേലൊക്കെ കഴുകി ഇനി ചായ കുടിക്കാൻ പോവാം. ആൻഡ് സോ ഇപ്പം സമയം 4:45 മണി ആകാറായി. ആൻഡ് ഇപ്പം എൻ്റെ ടീ ടൈമാണ്. എനിക്ക് വൈകിട്ട് എനിക്കൊരു ദിവസത്തെ ഏറ്റവും ഇഷ്ടമുള്ള സമയം ചായ കുടിക്കുന്ന സമയമാണ്. കാരണം ആ സമയത്ത് ഞാനിങ്ങനെ ചായയൊക്കെ കുടിച്ച് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സിനിമയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ കണ്ട് സുഖിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഞാൻ മാക്സിമം വേറെ ബിസി ആകാതിരിക്കാൻ ശ്രമിക്കും. ആൻഡ് ഇങ്ങനെ ചുമ്മാ റിലാക്സ് ചെയ്തിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഈ ഒരു സമയത്ത് ഞാൻ ചായയൊക്കെ കുടിച്ച് ചുമ്മാ ഇരിക്കുന്ന സമയം. സോ ഇപ്പം സമയം 6:20 ആയി. നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാൻ വെളി വന്ന് ഇച്ചിരി നേരം ഇരിക്കാമെന്ന് വെച്ചു. സോ അപ്പം വെളി വന്ന് നോക്കിയപ്പം ഇന്ന് ചിലപ്പോൾ മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ആൻഡ് എനിക്ക് ഈ മഴയ്ക്ക് മുന്നേ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ചുമ്മാ ഇരിക്കാൻ ആ സമയത്ത് ഇങ്ങനെ എല്ലാം കണ്ട് ആസ്വദിച്ചൊക്കെ ഇരിക്കാം. സോ ഇത് എൻ്റെ ലാസ്റ്റ് വീക്ക് ഓഫ് വെക്കേഷനാണ്. ആൻഡ് അടുത്ത ആഴ്ച എൻ്റെ കോളേജ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഞാൻ ജോർജിയയിൽ ടിബിലിസി മെഡിക്കൽ അക്കാഡമി എന്ന് പറഞ്ഞ കോളേജിലാണ് പഠിക്കുന്നത്. ആൻഡ് സോ അടുത്ത ആഴ്ച ഇനി എനിക്ക് തിരിച്ചു പോകണം ജോർജിയയിലേക്ക്. അപ്പം അങ്ങനെ വെക്കേഷനൊക്കെ തീരാനായി. അങ്ങനെ ഒരു സൺസെറ്റൊക്കെ കണ്ട് ഇച്ചിരി നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. സമയം പോയത് അറിഞ്ഞേയില്ല. പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പം വീട്ടിലേക്ക് കയറി വന്നു. സോ സമയം ഇപ്പോൾ 9 മണി. നമ്മളെല്ലാവരും കഴിക്കാൻ പോവുക. സിനിമയൊക്കെ കണ്ട് അങ്ങനെ കഴിച്ച് പിന്നെ കയറി കിടക്കും. രാത്രിയിൽ എൻ്റെ നിർബന്ധം കാരണം അമ്മ ബിരിയാണി ഉണ്ടാക്കി. ഇറ്റ് വാസ് റിയലി ഗുഡ്. ആൻഡ് അത്രേ ഉള്ളൂ. സോ ഇത്രയും കണ്ടതിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു സബ്സ്ക്രൈബ് ആൻഡ് also try to share your knowledge with others. So yeah, till the next video we meet, take care and bye bye.